വണ്ടി 2021 മോഡൽ 1-ാം മാസം, അത് 2020-21 രജിസ്ട്രേഷൻ. അംബാസിഡർ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, ഒരുപാട് ചോദിച്ചിട്ടുണ്ട് അംബാസിഡർ. കാരണം ഇരിക്കണം നമ്മുടെ തിരുവനന്തപുരം അല്ല ലോങ്ങിൽ നിന്ന് ഒരു ആൾക്കാരാണ്. ഇത് വണ്ടി 2007 മോഡല്, 4th ഓണർഷിപ്പ് വരുന്ന ഒരു ലോ കിലോമീറ്റർ വണ്ടിയാണ്. പക്ഷേ ഇതൊക്കെ കിലോമീറ്റർ ജനുവിനാണല്ലോ, നമുക്ക് സംശയമൊന്നുമില്ല. അവര് വന്ന് നോക്കി തൃപ്തിയോടെ ഹിസ്റ്ററി ഉൾപ്പെടെ ചെക്ക് ചെയ്ത് മാത്രം എടുത്താൽ മതി. കാരണം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വെറും 26,000 കിലോമീറ്ററുടെ വണ്ടി. 20 കിലോമീറ്റർ ആണോ? 20 കിലോമീറ്റർ ഗ്യാരണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. 59,000 കിലോമീറ്റർ വെഹിക്കിൾ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ളത് OLX കാർസിലാണ്. അപ്പോൾ സ്റ്റോക്കെല്ലാം മാറി ഒരുപാട് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ അംബാസിഡർ കാർ ഉൾപ്പെടെ അംബാസിഡർ ഒരുപാട് ചോദിച്ചിരുന്നല്ലേ, പലപ്പോഴും അംബാസിഡർ നല്ലൊരു വണ്ടി വന്നിട്ടുണ്ട്, ഗ്രാൻഡാണ് കേട്ടോ. പിന്നെ കേട്ടനുണ്ട്, പിന്നെ ഓട്ടോമാറ്റിക് ഒരു നമ്മുടെ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് ഒരു സാൻഡ്രോ ഉണ്ട് അല്ലേ. അങ്ങനെ കുറേ നല്ല ബഡ്ജറ്റുകാരുടെ കളക്ഷൻസ് ഉണ്ട്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം അമരവിള താന്നിമൂടാണ്. നമ്മുടെ അടുത്ത് റോജിംപുരമുണ്ട്. വീട്ടിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളിപ്പോൾ ആൾക്കാർ പൊതുവെ ഒരു കമൻറ്റ് ഉണ്ട്, വണ്ണമൊക്കെ കുറച്ച് സുന്ദരനായെന്നുള്ള കമൻറ്റ്. അത് പ്രത്യേകം പുള്ളി പറഞ്ഞു അങ്ങനെ പറയണം, പേയ്മെൻറ്റ് കൊടുത്തില്ലെന്ന് പറഞ്ഞിരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, എനിവേ അപ്പം നല്ല സ്റ്റോക്ക് വന്നിട്ടുണ്ട് ബ്രോ. പിന്നെ നമ്മുടെ ലോണ് 2011 മുതലാണോ? 11 ഒരു 7 മാസത്തിന് ശേഷം മുതലുള്ള വണ്ടികൾക്ക് ചെയ്യാൻ പറ്റും. വണ്ടിയുടെ വാറണ്ടി കൊടുക്കുന്നുണ്ടല്ലോ, വാറണ്ടി ആവശ്യമുണ്ടെങ്കിൽ വാറണ്ടി കിട്ടും. അതായത് ഷോറൂമിൽ തന്നെ, അതെ ഷോറൂമിൽ 10 വർഷം പഴക്കമുള്ള അതിനകത്തുള്ള വണ്ടികൾക്ക് വാറണ്ടി കിട്ടും. ഓക്കെ, അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ അപ്പോൾ റോജിംപുരം നമ്മുടെ ഫസ്റ്റ് വണ്ടി ഒരു സാൻഡ്രോ ഓട്ടോമാറ്റിക് അല്ലേ. വണ്ടി ബഡ്ജറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? വണ്ടി 2004 മോഡൽ സാൻഡ്രോ സിംഗ് ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. വെറും സിംഗിൾ ഓണർ, വെറും 50,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് 50,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ മാത്രം. കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ആണോ? ജെന്യൂൻ കിലോമീറ്റർ. ഓക്കെ, ഒരു ഡോക്ടർ ലേഡി ത്രിപാളല്ലേ ഒരു ലേഡി ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. ഓക്കെ, ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയാണ് അല്ലേ. അതിന് വലിയ ഡിമാൻഡില്ല, എന്നാലും നമ്മൾ പറഞ്ഞതല്ലേ. പ്രായമുള്ള ഒരു ആൾ ഉപയോഗിച്ചിരുന്നതാണ്. ടയർ കണ്ടീഷൻ ഒരു 70% ടയർ ഉണ്ടല്ലേ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയർ നല്ല നീറ്റാണ് കേട്ടോ. സീറ്റ് അത് ആ ഇന്ത്യയിൽ കാണാൻ പറയാം വണ്ടി കിലോമീറ്റർ ഒറിജിനൽ ആണോ ഇല്ലേ എന്നുള്ളത്. ഒറിജിനൽ ഫാബ്രിക് സീറ്റാണ്, നീറ്റ് ആയിരിപ്പുണ്ട് കേട്ടോ. ക്ലീൻ ആയിരിപ്പുണ്ട്. 2 ഡോർ പവർ ഉണ്ട്, AC പോസ്റ്റ്. കിലോമീറ്റർ കാണിച്ചത് 50,049 കിലോമീറ്റർ അല്ലേ. ഓക്കെ, ഓട്ടോമാറ്റിക്. പക്ഷെ വണ്ടി വൃത്തിയുണ്ട് കേട്ടോ. ബഡ്ജറ്റ് നോർമൽ നല്ലൊരു വണ്ടി ഓട്ടോമാറ്റിക് എത്ര ആവുമെന്ന് അറിയില്ല. അപ്പം ബഡ്ജറ്റ് ഒരു വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് വണ്ടിയാണ്. ഓക്കെ, കണ്ടീഷൻ വണ്ടിയാണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. നല്ല വണ്ടി, എല്ലാം വർക്കിംഗ് ആണല്ലോ പക്ക. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്ക് ഫൈനൽ 1.42 കൊടുക്കാം. 1.42 1.48. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടി സാൻഡ്രോ തന്നെയാണ്, ലോ കിലോമീറ്റർ സാൻഡ്രോ അല്ലേ. അപ്പോൾ എങ്ങനെ 2007 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, വെറും 26,000 കിലോമീറ്ററുടെ വണ്ടി. 20 കിലോമീറ്റർ ആണോ? 20 കിലോമീറ്റർ. ഗ്യാരണ്ടിയാണോ? ഗ്യാരണ്ടിയാണ്. ഓക്കെ, സർവീസ് സ്പെയർ കീ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഗ്യാരണ്ടി ഞാൻ ഇനിയും തെളിയിച്ചു തരാം. സർവീസ് ബുക്ക് ഗ്യാരണ്ടി എല്ലാം ഉണ്ട് അല്ല. സർവീസ് ബുക്ക് സ്പെയർ കീ എല്ലാം ഉണ്ട്, അതിന് ഉൾപ്പെടെ തെളിവ് കാണിച്ചു തരാം. സ്റ്റെപ്പിന് കവർ പൊട്ടിച്ചിട്ട് പോലും 2007 വണ്ടി ഇറങ്ങിയ അപ്പുറത്തെ ടയറാണ് സ്റ്റെപ്പിൽ ഉൾപ്പെടെ. അങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ ടയർ അപ്പം ബഡ്ജായി കാണുമോ? ഇല്ലല്ലോ, ടയർ സാധില്ല, നോക്കിയാൽ ടയറാണ്. പക്ഷേ ബോഡിയൊക്കെ നീറ്റ് കേട്ടോ, സ്ക്രാച്ചസ് ഇല്ല. AC പവർ ഫോർവേഡ് പവറിന്റെ ബാക്ക് വൈപ്പർ എല്ലാം ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫോർവേഡ് വരുന്നുണ്ട് പവറിന്റെ. ഫോർവേഡ് പവറുണ്ട്. എക്സോ ആണല്ലേ. ഓക്കെ, ഇന്റീരിയർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. സീറ്റ് കവർ ചെറിയ ഡാമേജ് ഉണ്ട്, പക്ഷേ അത് മാറ്റി. ഫോർവേഡ് പവറുണ്ട്, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ടല്ലേ. എല്ലാം വരുന്നുണ്ട്. എന്താ ടോപ്പ് എൻഡ് വണ്ടി, ബാക്ക് വൈപ്പർ വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ വരുന്നുണ്ട്, ടോപ്പ് എൻഡ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് എല്ലാം പക്ക. 27 പേപ്പറുണ്ട്. 27 പേപ്പറുണ്ട്. ലോ കിലോമീറ്റർ വണ്ടി, 26 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. ക്ലീൻ ആണല്ലോ വണ്ടി, ക്ലീൻ വണ്ടിയാണല്ലോ, പക്ക വണ്ടി. ഓക്കെ, ഗ്യാരണ്ടി എവിടെ നിന്നാണ് എടുക്കാം? എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? പ്രൈസ് 1.5 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. 1.5 പ്രതീക്ഷിക്കുന്നത്. നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ്. ശരി. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ 800. ഇത് വണ്ടി 2015 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. 59,000 കിലോമീറ്റർ വെഹിക്കിളാണ്. വേറെ റീപ്ലേസ്മെന്റ് ആക്സിസ്റ്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ്. വണ്ടി കൊള്ളാം, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. സ്ക്രാച്ച് ഒന്നും ഇല്ല അല്ലേ? ഇല്ല, സ്ക്രാച്ച് ഒന്നും ഇല്ല. ടയർ കണ്ടീഷൻ ഒരു എബോവ് 60-70% ഉണ്ട്. അതെ. ഓക്കെ, ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ, വൃത്തിയായിട്ടുണ്ട്, കുഴപ്പമില്ല. ഇതിനകത്ത് AC പോസ്റ്റും 2 ഡോർ പവർ ഉണ്ട് അല്ലേ. അതെ, സെൻട്രൽ ലോക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ കിലോമീറ്റർ നമ്മൾ പറഞ്ഞ് 59,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ഉണ്ട്. കമ്പനി സർവീസ്. എത്ര പ്രൈസ് വരുന്നത്? നമുക്കൊരു 2.45 റേഞ്ചിന് കൊടുക്കാം. 2.45 2.40 കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ സിവിലും സ്കോറിൽ നമുക്ക് ഫുൾ ഓൺ വരെ ചെയ്യാം, കിട്ടും. അപ്പോൾ റോജിംബ്രോ അടുത്ത വണ്ടിയും ഒരു ലോ കിലോമീറ്റർ വണ്ടിയാണ്.
പക്ഷേ ഇതൊക്കെ കിലോമീറ്ററുള്ള ജനുവിനാണല്ലോ, നമുക്ക് സംശയമൊന്നുമില്ല. അവര് വന്ന് നോക്കി തൃപ്തിയോടെ ഹിസ്റ്ററി ഉൾപ്പെടെ ചെക്ക് ചെയ്ത് മാത്രം എടുത്താൽ മതി. കാരണം പലരും ഈ ലോക്കൽ കിലോമീറ്റർ ആരും വിശ്വസിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ പറയുന്നതിനേക്കാൾ വണ്ടി നോക്കാൻ മനസ്സിലാവുമല്ലോ ലോ കിലോമീറ്റർ. നമ്പർ വിസിബിൾ ആണ്, നമ്പറിൽ ഒന്ന് ചെക്ക് ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വണ്ടി 2016 മോഡല്. 16 മോഡല് സിംഗിൾ ഓൺഷിപ്പ് ഓൾട്ടോ കേട്ടൻ VXC ആണ്. വെറും 2600 കിലോമീറ്റർ. 2600 കിലോമീറ്റർ. ഓക്കെ. ഹിസ്റ്ററി അടക്കം ഉണ്ടല്ലോ? ഹിസ്റ്ററി അടക്കം ഉള്ളത്. പക്ഷെ വണ്ടി നീറ്റാണ്, ഒരു സ്ക്രാച്ച് പോലും പറയാനില്ല അല്ലേ? ഓക്കെ. KL01 BSL 3383 നമ്പർ കൊള്ളാം അല്ലേ? ഒരു രസമുണ്ട് പറയാനായിട്ടല്ലേ? 3383 ഈ കണ്ടീഷൻ കേട്ടോ, ഒരു മൈന്യൂട്ട് സ്ക്രാച്ചസ് പോലും ഇല്ല. ടയർ 4 ടയർ ഒറിജിനൽ ടയറാണ് കിടക്കുന്നത്. അതാ ടയർ മാറിയിട്ടുണ്ടോ? ടയർ ഒറിജിനൽ ടയറല്ലേ കിടക്കുന്നത്? ഒറിജിനൽ ടയർ, ഫസ്റ്റ് ടയർ. ഇന്റീരിയർ സീറ്റ് ഫാബ്രിക്കാണ്, നല്ല നീറ്റായിരിപ്പുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ ഉണ്ട് അല്ലേ? അതെ. അതിൻ്റെ ഇഗ്നീഷൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു കൊടുക്കുക അല്ലേ? 2640 കിലോമീറ്റർ. ഓക്കെ. അപ്പോൾ വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അപ്പം അതെന്താ ഇത്ര ലോ കിലോമീറ്റർ വരാൻ കാരണം? പുള്ളി പുറത്താണ്, അങ്ങനെ ഓട്ടോ ഇല്ല, ആൾക്കാരില്ലല്ലേ? ആൾക്കാരില്ല, അതാണ്. അങ്ങനെ കിടന്നാ അപ്പോൾ അവർ പുറത്തായിരുന്നു, അതുകൊണ്ടാണ്. ഇവിടെ വരുമ്പോൾ മാത്രമേ ഡിസ്റ്റൻസ് എടുക്കുന്നുള്ളൂ, ചെറിയ ഓട്ടങ്ങൾ മാത്രം. ഓക്കെ ഓക്കെ, അങ്ങനെ വന്നാണല്ലേ? അതെ. കേട്ടൻ്റെ മൈലേജ് എത്ര വരും നമുക്ക് പൊതുവേ? 17 പ്രതീക്ഷിക്കും. 1000 cc. അപ്പോൾ ഇതിനെങ്ങനെ പ്രൈസ് വരുന്ന വണ്ടിയുടെ? പ്രൈസ് നമ്മൾ 3.5 ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. 3.5 ലക്ഷം. 3.5 ലക്ഷം. ഒരു പുതിയ വണ്ടി എടുക്കുമ്പോൾ എടുക്കാം അല്ലേ? ഓ, പുതിയ വണ്ടി എടുക്കുമ്പോൾ എടുക്കാം. ഓക്കെ. ഫിനാൻസ് അപ്പോൾ എത്ര കയറും? ഫിനാൻസ് ഒരു 3 രൂപ ചെയ്യാൻ പറ്റും. 2600 കിലോമീറ്റർ അല്ലേ? അതെ അതെ. പറയുമ്പോൾ അടുത്ത വണ്ടി കിഡാണ്, പക്ഷേ നല്ല മഴ തുടങ്ങി. രക്ഷയില്ല, അഡ്ജസ്റ്റ് എടുക്കുകയാണ്. എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത് പെട്ടെന്ന്? വണ്ടി 2021 മോഡൽ 1ാം മാസം, അത് 2020-21 രജിസ്ട്രേഷൻ. 22 രജിസ്ട്രേഷൻ. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർഷിപ്പ് 70,000 കിലോമീറ്റർ. 70,000 കിലോമീറ്റർ. ഓക്കെ. ഇത് 1 ലിറ്റർ ആണ് വരുന്നത് അല്ലേ? വണ്ടികൾ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. 1 ലിറ്റർ ആണ് ഓട്ടോമാറ്റിക്. 1 ലിറ്റർ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ? റീപ്ലേസ്മെന്റ് ആയിട്ട് നമ്മൾ ഈ ഭാഗത്തൊരു ചെറിയൊരു ഇവിടെ ഈ ബമ്പർ, ഈ ഒരു പോർഷൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ മേജർ റീപ്ലേസ് അല്ല. ആക്സിഡൻസ് അത് മേജർ ആക്സിഡന്റ് അല്ല, ബമ്പറിന്റെ ലൊക്കേഷൻ അത് മേയർ വരില്ല. ഓക്കെ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. ടച്ച് സ്ക്രീൻ ഇൻബിൽറ്റ് വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, ഡ്യുവൽ എയർ ബാഗ്. ടോപ്പിന്റെ വണ്ടി അല്ലേ? വേറെ റീപ്ലേസ്മെന്റ് ഈ പറഞ്ഞ സാധനം മാത്രമേ ഫ്രണ്ട് ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? നമുക്ക് ഫൈനൽ 360 എടുക്കാം, വിത്ത് 1 ഇയർ വാറന്റി ചേർത്ത്. 360 1 ഇയർ വാറന്റി. 1 ഇയർ വാറന്റി ചേർത്ത് ഓട്ടോമാറ്റിക് വണ്ടി. ഓക്കെ. അപ്പം ഫിനാൻസ് എങ്ങനെ വരും? ട്രാക്കൊക്കെ ഫുൾ ആണ് ചെയ്ത് കൊടുക്കും. അടുത്ത വണ്ടി ഹോണ്ട അമേസ്. ഇത് വണ്ടി 2015 1-ാം മാസമുള്ള വെഹിക്കിളാണ്. 15 1-ാം മാസം പെട്രോൾ വേരിയന്റ് ആണ്. 1,26,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള സെക്കൻഡ് ഓൺഷിപ്പ്. പെട്രോൾ വണ്ടി 126 ഓടി. 126 ഓടി. ഓണർഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ്. ടയർ 4 ഒരു 80% ടയർ ഉണ്ടല്ലേ? ടയർ നല്ല ടയറാ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണല്ലോ? ഷോറൂം സർവീസ് തന്നെയാണല്ലേ? ഷോറൂം സർവീസ് നമ്മൾ ഹിസ്റ്ററി ചെക്ക് ചെയ്യില്ല, കസ്റ്റമർ പാർക്കിംഗ് ചെലവുകളാണ്. ഓക്കെ. വേറെ സ്ക്രാച്ചസ് ഒന്നും വരാതില്ല, മൈനൂർ സ്ക്രാച്ചസ് ഒക്കെ ഉള്ളൂ. ഡെന്റ് ഒന്നുമില്ല അല്ലേ? ഇന്റീരിയർ സീറ്റ് ഫാബ്രിക് ആണ് കേട്ടോ, പക്ഷെ നല്ല വൃത്തിയുണ്ട്. ഇതിനകത്ത് 4 ഡോർ പവർ ഉണ്ട് വരുന്നുണ്ട്, AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നു, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നു, ഇൻബിൽറ്റ് സ്റ്റീരിയോ. എയർ ബാഗ് ഒന്നും വരുന്നില്ല. 15 മോഡലല്ലേ? അത് എയർ ബാഗ് ഇല്ലല്ലോ, ആ മോഡൽ വരുന്നില്ല. ഓക്കെ. അപ്പം ഹോണ്ട അമേസ് പെട്രോള്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല? ഒരു പ്രശ്നമില്ല. ഓക്കെ. എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്കൊരു 3.35 റേഞ്ചാണ് പ്രതീക്ഷിക്കുന്നത്. 3.35 നെഗോഷ്യബിൾ ആണ്. ലോൺ ഫുൾ ലോൺ കിട്ടും. ഓക്കെ. അമേസിന് പെട്രോൾ പഴയ വണ്ടിക്ക് എങ്ങനെ മൈലേജ്? 15 ഒക്കെ. അപ്പോൾ റോയും ബ്രോ, അടുത്ത വണ്ടി ഒരു റെയർ ആണ് സത്യം പറഞ്ഞാൽ, ഇപ്പോൾ കാണാനില്ല, കിട്ടാനില്ല. അംബാസിഡർ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, ഒരുപാട് ചോദിച്ചിട്ടുണ്ട് അംബാസിഡർ. കാണാതിരിക്കണം. നമ്മുടെ തിരുവനന്തപുരം അല്ല, ലോങ്ങിൽ 100 ആൾക്കാർ കൂടുതൽ ഇങ്ങനെ ലോങ്ങിൽ കേരളത്തിന് പല സൈഡ്, പിന്നെ തമിഴ്നാട്, നമ്മുടെ ബാംഗ്ലൂർ, അവിടെ നിന്ന് ആളുകൾ ഒരുപാട് ആൾക്ക് ചോദിക്കുന്നുണ്ട്. കാരണം നൊസ്റ്റാൾജിക് ഒരു വണ്ടിയാണ്. അതാണ് പിന്നെ എൻ്റെ യാത്ര സുഖം വേറെ ലെവലാണ്. ബാക്ക് സീറ്റ് യാത്ര സൂപ്പറാണ്. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വണ്ടി 2009 വണ്ടി. 9 വണ്ടി സെക്കൻഡ് ഓൺഷിപ്പ്. ഇസൂസ് എഞ്ചിൻ ആയിരിക്കും അല്ലേ? ഇസൂസ് എഞ്ചിൻ. ഓക്കെ. സെക്കൻഡ് ഓൺഷിപ്പ്, AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ ഉണ്ട്. പക്ഷേ AC പോഞ്ചു, അതേ ഉള്ളൂ. AC വർക്കിംഗ് ഇല്ല. AC അടിച്ചു പോയി ഗൈസ്. AC ഇല്ല, പക്ഷെ എന്നാലും വണ്ടി പക്കാണ്. പക്ഷെ അത് നമ്മൾ ചെക്ക് ചെയ്യില്ല. ഇപ്പോൾ ചെറിയ എന്തെങ്കിലും ചിലപ്പോൾ തീരുമാനിക്കാം, അറിയില്ല. ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? സെക്കൻഡ് ഓൺഷിപ്പ്. കിലോമീറ്റർ ഇപ്പോൾ നോക്കാം. ടയർ കണ്ടീഷനൊക്കെ ഒരു ആവറേജ് കണ്ടീഷൻ ഉണ്ട്. ബോഡി നീറ്റ് ആയിരിപ്പുണ്ടല്ലേ? ബോഡി ഇന്റീരിയർ എല്ലാം പക്കാ, സൂപ്പറാ. തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ. കിലോമീറ്റർ 120. അല്ല, ബാക്കിലെ സീറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും രാജകീയ യാത്രയാണ്.
ഫോർഡർ പവറിൻ്റെ AC ബസ് ഫോർഡർ പവറിൻ്റെ AC ചെക്ക് ചെയ്യണം അതേ ഉള്ളൂ. ഓക്കെ, നല്ല ഫോർഡർ പവറിൻ്റെ വരുന്നുണ്ട്. AC വർക്കിംഗ് അല്ലേ നിലവിൽ? AC വർക്കിംഗ് അല്ല നിലവിൽ. ഓക്കെ, അംബാസിഡർ ചിലപ്പോൾ ഗ്യാസ് ഫില്ല് ചെയ്ത് എടുക്കുമായിരിക്കാം, അറിയില്ല. ചെക്ക് ചെയ്തിട്ടില്ല നിലവിൽ? ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം AC ഇല്ല. ഇക്സൂസിനാകുമ്പോൾ മൈലേജ് കുറച്ച് കൂടുതലിട്ടില്ല, ഒരു 10-14 മൈലേജ് കിട്ടില്ലേ? പിന്നെ കാരണം ഇക്സൂസിന് മൈലേജ് പവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പവർ കുറച്ച് ഓടിക്കാൻ പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടല്ലോ. പിന്നെ അതിന് വിഷയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമ്മൾ 1.75 പ്രതീക്ഷിക്കുന്നത്. 1.75. അടുത്ത വണ്ടി അടുത്ത വണ്ടി ടാറ്റ ടിയാഗോ. ഇത് വണ്ടി 2022 മോഡലാണ്. 22 വണ്ടി സിംഗിൾ ഓൺഷിപ്പ്. വെറും 25,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് 25,000 കിലോമീറ്റർ. ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി. പെട്രോളാണോ ഡീസലാണോ? പെട്രോൾ വണ്ടി. പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ 25,000 കിലോമീറ്റർ. ഇപ്പം ജസ്റ്റ് കമ്പനിക്കായിട്ട് സർവീസ് കൊണ്ട് ഇപ്പം ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ ടയർ കണ്ടിട്ട് ആ തേയ്മാനം മാത്രമേ ഉള്ളൂ അല്ലേ? അതെ. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കമ്പനി സർവീസിനാണ്. കമ്പനി സർവീസ് ആയിട്ട് ടോപ്പിൻ്റെ വെഹിക്കിൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സീറ്റ് ഫാബ്രിക് ആണല്ലേ? സീറ്റ് ഫാബ്രിക് ആണ്. ഓക്കെ. ഹാർമൻ കാർഡിൻ്റെ ടച്ച് സ്ക്രീൻ ഒക്കെ വരുന്നുണ്ടല്ലേ? AC ബസ് ഫോർഡർ പവറിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ, ഓട്ടോമാറ്റിക് AC എല്ലാം വരുന്നുണ്ട്. ഡ്യുവൽ ബാഗ് അല്ലേ? ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. ഫുൾ ടോപ്പ് വണ്ടി അലോയ്സ് വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ടാറ്റ ടിയാഗോ ടോപ്പ് എൻഡ് വണ്ടി പെട്രോൾ. അതെ. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, കമ്പനി സർവീസാണ്. പെട്രോൾ മൈലേജ് എങ്ങനെ വരും? 12 വെച്ച് കിട്ടും മൈലേജ്. അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത്? നമ്മൾ 5.65 പ്രതീക്ഷിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് എത്ര കയറും? അപ്പോൾ ഫിനാൻസ് മാക്സിമം നോക്കാം. മാക്സിമം കയറും അല്ല, എന്നാലും അടയ്ക്കേണ്ടത് എത്ര അടയ്ക്കും? 5 മേലൊക്കെ ഫിനാൻസ് കയറും. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി വാഗണർ. ഇത് വണ്ടി 2021 മോഡൽ ലാസ്റ്റ് ആണ്. ഡിസംബർ വെഹിക്കിളാണ്. 12 മാസമാണ്. ZXA ആണ്. ZXA വണ്ടി ടോപ്പ് ആൻഡ് വെഹിക്കിളാണ്. 51,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. ZXA പ്ലസ് അല്ലേ ടോപ്പ് എൻഡ്? ZXA ആ സമയം ZXA ഉള്ളൂ. ഇപ്പോൾ 23 വർഷം ZXA പ്ലസ് ഇറങ്ങുന്നത്. ആ സമയം ടോപ്പ് എൻഡ് വണ്ടി. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നുണ്ടോ? ഒന്നുമില്ല. ഇത് 1.2 ആണോ 1 ലിറ്റർ? 1.2 ലിറ്റർ ആണ്. 1.2 ആണ്. ഇന്ത്യയിലൊക്കെ നീറ്റാണ് കേട്ടോ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. ടച്ച് സ്ക്രീൻ ബിൽറ്റ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, ഫോർഡർ പവറുണ്ട്, പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. 1.2 ആ മൈലേജ് എങ്ങനെയാണ് ബ്രോ? ഓക്കെ, അപ്പോൾ എങ്ങനെ എമൗണ്ട് വരുന്നത്? നമുക്കൊരു 5 ലക്ഷം രൂപ പ്രതീക്ഷിക്കുന്നത്. 5.5 നെഗോഷ്യബിൾ ആണല്ലോ. ചെറുതായിട്ട് ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് 5 ലക്ഷം രൂപ മുകളിൽ കയറും അല്ലേ? ഇനോവ. ഇത് വണ്ടി 2007 മോഡല് 4th ഓണർഷിപ്പ് വരുന്ന ഇനോവ G4 ആണ്. G4 ആണ്. ലൂസ് ഷേപ്പ് ആയിട്ടുണ്ട്. റീ രജിസ്ട്രേഷൻ വെഹിക്കിളാണ്. ഒറിജിനൽ കേരള വണ്ടിയല്ല. റീ വെഹിക്കിളാണ്. കിലോമീറ്റർ വണ്ടിയുടെ 2.45 അല്ലേ? അതെ. ഫുൾ ഡസ്റ്റായി കിടക്കുന്നതാണ്. ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ, അത്രേ ഉള്ളൂ. വാഷ് ചെയ്തെടുത്താൽ മതി. വേറെ വലിയ സ്ക്രാച്ചസ് ഒന്നുമില്ല, ഡെന്റ് ഇല്ല. ടയർ കണ്ടീഷൻ ഒരു 80% ടയർ ഉണ്ടല്ലേ? അതെ. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. ഫ്രണ്ട് ലൂസ് ഷേപ്പ് ആകും, ബോണറ്റും അതൊക്കെ മാറും. ആ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഇതിനുള്ള സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ നല്ല വൃത്തി എടുക്കുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. ഫോർഡർ പവറുണ്ട്, AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമ്മൾ 3.20 പ്രതീക്ഷിക്കുന്നത്. നെഗോഷ്യബിളാണ്. 3.20 ആസ്കിംഗ് പ്രൈസ്. കാരണം G4 AC പവർ സ്റ്റിയറിംഗ്, പവറിൻ്റെ റൂഫ് AC എല്ലാം വരുന്ന വെഹിക്കിളാണ്. കണ്ടീഷൻ ഷേപ്പാണ്. കണ്ടീഷൻ വെഹിക്കിളാണ്, കുഴപ്പമില്ല. അപ്പോൾ അടുത്ത വണ്ടി കിയ സെൽറ്റോസ്. ഇത് വണ്ടി 2019 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. 79,000 കിലോമീറ്റർ. പെട്രോൾ വേരിയന്റ് ആണ്. HDK എന്നുള്ള വേരിയന്റ് ആണ്. അതായത് ഏറ്റവും ടോപ്പിൽ സെക്കൻഡ് വേരിയന്റ്. അലോയ്സ് അഡീഷ് ചെയ്താണ്. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? സെക്കൻഡ് ഓണർഷിപ്പ് 79,000 കിലോമീറ്റർ. പെട്രോൾ വേരിയന്റ് അല്ലേ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ്. എയർ കണ്ടീഷൻ ഒരു എബോവ് 72% ഉണ്ടല്ലേ? ഫ്രണ്ട് കുറച്ചൊരു പുതിയതാണ്, ബാക്ക് ഒരു 70% ഉണ്ട്. വേറെ സ്ക്രാച്ച് ഡെല്ലോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിനകത്ത് സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. AC മാനുവലാണ് വരുന്നത് അല്ലേ? AC മാനുവൽ. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, ഫോർഡർ പവറുണ്ട്. എയർ ബാഗ് എത്ര ഡ്യുവലാണ് വരുന്നത്? അത്യാവശ്യം വേണ്ട വരുന്നുണ്ട്. കാരണം ഹ്യുണ്ടായുടെ ഗ്ലാസ് ഇവിടെ ഹെറ്റയിൽ പൊട്ടലുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ കിയ സെൽറ്റോസ് എങ്ങനെ പ്രൈസ് വരുന്നത്? നമ്മളത് 8.5 ലക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. നെഗോഷ്യബിളാണ്. 8.5 ആസ്കിംഗ് പ്രൈസ്. ഫിനാൻസ് അപ്പോൾ എത്ര കയറും? ഫിനാൻസ് ഒരു 7,000 ചെയ്യാൻ കയറും തോന്നും. ഇവിടെ വൈൻ്റെ പേയല്ലേ? പക്ഷേ കുറച്ച് പണിയുണ്ട്, പക്ഷേ രക്ഷയില്ല. മഴ കാരണം റേറ്റ് ആയിപ്പോയി. വെയിറ്റ് ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്യണം, രക്ഷയില്ല. അപ്പം ഇരുട്ടിയിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.